ഫ്രണ്ട്സ്, നമ്മുടെ മനസ്സ് നമ്മൾ നിരന്തരം പറയുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ അത് വിശ്വാസത്തിലെടുക്കുന്നു എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അതായത് നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിൻ്റെ വിശ്വാസങ്ങളായിട്ട് പരിണമിക്കുന്നു എന്നുള്ളതാണ്. അതിന് തക്കതായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഫ്രണ്ട്സ്, ഇവിടെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യം, നാം ദിവസവും നമ്മെക്കുറിച്ച് നമ്മളോടും ഇനി മറ്റുള്ളവരോടും എന്താണ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഞാൻ എനഫായിട്ടുള്ളൊരു വ്യക്തിയല്ല, എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എൻ്റെ വാക്കുകൾക്ക് ആരും പരിഗണന നൽകുന്നില്ല, എന്നെ ആരും വാല്യൂ വയ്ക്കുന്നില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മെക്കുറിച്ച് നമ്മളോടും ഇനി മറ്റുള്ളവരോടും ഡിസ്കസ് ചെയ്യാറില്ലേ? അങ്ങനെയാണെങ്കിൽ ഇന്നു മുതലൊരു കാര്യം ചെയ്യുക. നമ്മുടെ ഈ ഒരു വിശ്വാസങ്ങളെ നമ്മൾ മാറ്റിമറിക്കാൻ പോവുകയാണ്. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, പോസിറ്റീവായിട്ടുള്ള കുറച്ച് അഫർമേഷൻസ് നമ്മൾ ആദ്യം തയ്യാറാക്കുന്നു. അതിനുശേഷം നമ്മുടെ വീട്ടിൽ തന്നെയുള്ള മിററിന് മുൻപിൽ നിന്നുകൊണ്ട് അത് ആത്മവിശ്വാസത്തോടെ, തൻ്റെ ഇടത്തോടെ, എനർജറ്റിക് ആയിട്ട് നമ്മൾ അവിടെ നിന്ന് പറയുകയാണ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് നിങ്ങളെക്കുറിച്ച് എഴുതി വയ്ക്കാം. ഞാൻ എനഫായിട്ടുള്ള വ്യക്തിയാണ്, ഞാൻ വളരെ ആത്മവിശ്വാസമുള്ള വ്യക്തിയാണ്, എല്ലാവരും എന്നെ സ്നേഹിക്കുന്നു, ഞാൻ സ്നേഹം ഡിസേർവ് ചെയ്യുന്നു, എന്നെ തിരഞ്ഞെടുക്കുന്നത് മറ്റുള്ളവർക്കൊരു പ്രിവിലേജാണ്, എൻ്റെ വാക്കുകൾക്ക് എല്ലാവർക്കും അനുഭാവപൂർവ്വം പരിഗണന നൽകുന്നു. ഇങ്ങനെ എന്തൊക്കെ പോസിറ്റീവായിട്ട് എഴുതാമോ ആ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് നിങ്ങളുടെ ബുക്കിലേക്ക് എഴുതി വയ്ക്കുക. എന്നിട്ടത് മനഃപ്പാഠമാക്കുക. അതിനുശേഷം മിററിൻ്റെ മുൻപിൽ ചെന്ന് നിന്നുകൊണ്ട് ആത്മവിശ്വാസത്തോടെ, എനർജറ്റിക് ആയിട്ട് നിന്നുകൊണ്ട് സംസാരിക്കുക. നമുക്ക് ഈ അഫർമേഷൻസ് എന്ന് പറയുന്നത് എവിടെ ഇരുന്ന് വേണമെങ്കിലും പറയാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ മിററിൽ നോക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഇത് വളരെ പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യപ്പെടും എന്നുള്ളതാണ്. കൃത്യമായിട്ട് ഐ ടു ഐ കോണ്ടാക്റ്റ് കൊടുത്തുകൊണ്ട് തന്നെ, ഐ ടു ഐ കോണ്ടാക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ റിഫ്ലക്ഷൻ ആ മിററിൽ നമുക്ക് കാണാൻ കഴിയും. ആ റിഫ്ലക്ഷനിൽ ഐ ടു ഐ കോണ്ടാക്റ്റ് കൊടുത്തുകൊണ്ട് നമുക്ക് ഈ അഫർമേഷൻസ് റിപ്പീറ്റഡ് ആയിട്ട്, എനർജറ്റിക് ആയിട്ട്, ആത്മവിശ്വാസത്തോടെ പറയുവാൻ കഴിയണം. അതിലാണ് കാര്യം. വെറുതെ ഇങ്ങനെ പറഞ്ഞത് കൊണ്ടോ അല്ലെങ്കിൽ അവിടെ പോയി നിന്നുകൊണ്ട് നമ്മുടെ സൗന്ദര്യം ഇങ്ങനെ ആസ്വദിച്ചിട്ടോ കാര്യമൊന്നുമില്ല. എന്തിനാണോ നമ്മൾ മിററിന് മുമ്പിൽ പോയി നിൽക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വളരെ കോൺഫിഡൻസോടുകൂടി എനർജറ്റിക് ആയിട്ട് അത് പറയുവാൻ നമുക്ക് കഴിയണമെന്നുള്ളതാണ്. ഇത് നിരന്തരമായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്നതാണ്. ഇപ്പോൾ പലരും ചോദിക്കും, ഈ മിററിന് മുമ്പിൽ തന്നെ നിന്ന് പറയണോ എന്നുള്ളത്. ചിലപ്പോൾ ചിലർക്കാണെങ്കിൽ അസഹനീയമായിട്ട് തോന്നും, അല്ലെങ്കിൽ ക്രിഞ്ചൊക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പുതിയൊരു കാര്യം നമ്മുടെ മനസ്സിലേക്ക് കൊടുക്കുമ്പോൾ മനസ്സ് എന്താ പറയുക, ഇങ്ങനെ അന്താളിച്ച് നിൽക്കും. അതായത് എന്താണ് ഇവൻ ഈ ചെയ്യുന്നത്, എന്താണ് ചെയ്യാൻ പോകുന്നത്. എന്നാൽ അത് റിപ്പീറ്റേഷനിലൂടെ നമ്മുടെ മനസ്സിലേക്ക് ഇത് ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുമ്പോൾ മനസ്സ് നമ്മളോടൊപ്പം ചേരാൻ തുടങ്ങും. മനസ്സിൽ ഇതൊരു ഇന്നർ സ്റ്റോറി ആയിട്ട് സേവ് ചെയ്യപ്പെടുമെന്നുള്ളതാണ്. നമുക്കറിയാലോ, നമ്മൾ എന്ത് കാര്യം പഠിച്ചതും എങ്ങനെയാണ്? റിപ്പീറ്റേഷനിലൂടെയാണ്. നമ്മുടെ സ്കൂൾ കാലഘട്ടം എടുത്തു കഴിഞ്ഞാൽ സ്കൂളിൽ നമ്മൾ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പഠിച്ചത്? ഓരോ വിഷയങ്ങളും നല്ല രീതിയിൽ വായിച്ച് പഠിച്ചു, അല്ലെങ്കിൽ എഴുതി പഠിച്ചു, അത് നമ്മൾ ഹൃദയസ്ഥമാക്കി. അതായത് നമ്മുടെ മൈൻഡിൽ അത് സേവ് ചെയ്തു. അപ്പോൾ അത് ആവശ്യ സമയത്ത് എടുത്ത് ഉപയോഗിക്കുവാൻ, എക്സാം ടൈമിൽ നമുക്ക് എടുത്ത് ഉപയോഗിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ അന്ന് പഠിച്ച കാര്യങ്ങൾ ഇന്ന് ചോദിച്ചു കഴിഞ്ഞാലും പല കാര്യങ്ങളും നമുക്ക് ഓർമ്മയുണ്ട്. അതുമായി ഒരു ടച്ച് നമുക്കിപ്പോൾ ഇല്ല. നമ്മൾ വേറെ ഏതെങ്കിലുമൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കും. ഇന്നും അതിൽ ഏതെങ്കിലും ഭാഗങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇന്നും മനഃപ്പാഠമാണ്. നമ്മളത് പറയാറില്ലേ? എന്ന് പറയുന്നത് പോലെ തന്നെയാണ് അന്ന് നമുക്ക് ഭയങ്കര പ്രയാസമുള്ള കാര്യം, അത് റിപ്പീറ്റേഷനിലൂടെ നമ്മുടെ മനസ്സിലേക്ക് സേവ് ചെയ്യപ്പെട്ടു. ഇന്ന് ഏതുറക്കത്തിൽ ചോദിച്ചു കഴിഞ്ഞാലും നമുക്കതിൻ്റെയൊക്കെ ആൻസർ ചെയ്യാൻ കഴിയുമെങ്കിൽ, ഇന്ന് നമ്മൾ പുതിയതായിട്ട് നമ്മുടെ ഇന്നർ സ്റ്റോറിയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. നമ്മൾ എന്തായി തീരണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ഇന്നർ സ്റ്റോറിയാണ് നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആദ്യം വളരെ അസഹനീയമായിട്ട് ഫീൽ ചെയ്യും. പക്ഷെ നിരന്തരമായിട്ടുള്ള റിപ്പീറ്റേഷനിലൂടെ റിപ്പീറ്റ് ചെയ്ത് അതിങ്ങനെ നമ്മുടെ മനസ്സിൻ്റെ ഭാഗമാക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഇന്നർ സ്റ്റോറി തന്നെ മാറാൻ തുടങ്ങും. അതിലൂടെ നമ്മുടെ ലൈഫിനെ തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. അപ്പോൾ ഈ സെൽഫ് ലവ് എവിടെ നിന്നാണ് തുടങ്ങേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ശബ്ദത്തിൽ നിന്നാണ് തുടങ്ങേണ്ടത്. സോ ചൂസ് യുവർ വേർഡ്സ് കെയർഫുള്ളി. ഒരിക്കലും മറ്റുള്ളവരുടെ ശബ്ദത്തിൽ നിന്നും റെസ്പെക്റ്റ് നമുക്ക് കിട്ടും, സ്നേഹം നമുക്ക് കിട്ടും എന്നുള്ളത് പ്രതീക്ഷിക്കാതെ നമ്മുടെ സ്വന്തം ശബ്ദത്തിൽ നിന്നും ഈ സെൽഫ് ലവ്, അതുപോലെ തന്നെ ഈ സെൽഫ് റെസ്പെക്റ്റ് നമുക്കുണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കുക. ഈ അഫർമേഷൻസ്, ഈ സെറ്റ് ഓഫ് അഫർമേഷൻസ് നിരന്തരമായി പറഞ്ഞ് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ മാനിഫെസ്റ്റേഷൻ ക്ലാസ്സുകളിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുവാൻ കഴിയും. ഓക്കെ ഫ്രണ്ട്സ്.